യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 57-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. I create the fruit of the lips. ഞാൻ നിങ്ങളുടെ അധരങ്ങളുടെ ഫലത്തെ സൃഷ്ടിക്കും. ഒരു വാക്യം കൂടെ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകുകയില്ല. ഈ രണ്ട് വാക്യങ്ങൾ, രണ്ട് വചനങ്ങൾ ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 57:19 എഴുതിയിരിക്കുകയാണ്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. I create the fruit of the lips. നിങ്ങളുടെ വായ്കൊണ്ട് നിങ്ങൾ പറയുന്നതിനെ, നിങ്ങളുടെ അധരങ്ങളുടെ ഫലങ്ങളെ ഞാൻ അത്ഭുതങ്ങളാക്കി മാറ്റും. ഞാൻ ക്രിയേറ്റ് ചെയ്യും, ഞാൻ സൃഷ്ടിക്കും. മത്തായി 17:21 പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യം ആകുകയില്ല. Nothing moves until you speak. നിങ്ങൾ പറയാതെ ഒരിക്കലും ആ പർവ്വതം നീങ്ങുന്നില്ല. നിങ്ങൾ പറയാതെ ഒരിക്കലും എൻ്റെ കർത്താവിന് ആ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളെയാണ് ഞാൻ പ്രവൃത്തികളാക്കി തീർക്കുന്നത്. വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗമാണ്. ഒരു ദൈവ ശുശ്രൂഷകൻ, ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ അധികാരത്തോടുകൂടെ പറയുന്ന വാക്കുകൾക്കും ശബ്ദത്തിനും അതിൻ്റെ ശക്തി ഉണ്ടാകും. അതൊരു വ്യക്തിയിൽ മാത്രമല്ല നിക്ഷിപ്തമായിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് എന്നാണ്. നിങ്ങൾക്ക്, അതൊരു കൂട്ടത്തെയാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഡെലിവറൻസ് നടക്കുന്നത് ഡിക്ലറേഷനിലൂടെയാണ്. ഈ ഡിക്ലറേഷൻ അതോറിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു അഭിഷേകം. നമ്മൾ 9 കൃപാവരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, 9 ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിക്ലറേഷൻ അതോറിറ്റിയാണ്. യേശു ഉപയോഗിച്ചത് അതാണ്, അപ്പോസ്തലന്മാർ ഉപയോഗിച്ചത് അതാണ്. ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ആലയം പണിയുവാൻ സാധിക്കാതെ വന്നൊരു കാലമുണ്ട്. ആലയം പണിയാൻ അവർക്ക് ഒരു കാരണവശാലും ആലയം പണിയാൻ കഴിയുന്നില്ല. അസാധാരണമായ തടസ്സം അവരനുഭവിക്കുകയാണ്. എസ്ര 6 ആ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 6:14 വരുമ്പോൾ, പ്രവാചകന്മാരെ കൊണ്ടുവന്ന്, അവർക്ക് പ്രവചിക്കാനൊന്നും വരുന്നില്ല. ഇപ്പം ഇതിനകത്തിരിക്കുന്ന ഒരാളിനെ നോക്കിയിട്ട് നിങ്ങളൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ, നിങ്ങളോട് ഇങ്ങനെ കർത്താവ് പറയുന്നു എന്ന് ഞാൻ അങ്ങോട്ട് വന്ന് പറയുന്ന രീതിയല്ല ഇത് പ്രവാചകന്മാരെ കൊണ്ടുവന്ന് പ്രവചിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? പണി നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ആലയത്തിൻ്റെ പണി അതിവേഗത്തിൽ നടക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സഖറിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. ഈ ബൈബിൾ പറയുന്നു, ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സഖറിയാവും പ്രവചിച്ചതിനാൽ
അവർക്കത് സാധിച്ച് വന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാനവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ആലയം പണിയാൻ ബുദ്ധിമുട്ടായ സമയത്ത്, പ്രതിസന്ധിയുടെ നടുവിൽ ഫൈനലി മൂപ്പന്മാര് ആലയം പണിതു. പക്ഷേ ഹഗായി പ്രവാചകനെയും സക്രിയാവിനെയും വിളിച്ചവർ മുന്നമേ ഇതിനെക്കുറിച്ച് പ്രവചിപ്പിച്ചു. അവർ പ്രവചിച്ച കാരണം കൊണ്ട് അത് സാധിച്ചു. ഈ പ്രൊഫസിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് ഡിക്ലറേഷൻ. ഏലിയ ഓപ്പറേറ്റ് ചെയ്തത് അതാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയത്തില്ലേ? എൻ്റെ പേര് എനിക്ക് അറിയാമെന്നുള്ളവരെന്ന് കൈപൊക്കി കാണിച്ച്. ഞാൻ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നും എനിക്ക് അറിയാവുന്നവരെന്ന് കൈപൊക്കി കാണിച്ച്. എൻ്റെ അപ്പൻ്റെ പേര് എനിക്ക് ചൊവ്വേ അറിയാവുന്നവരെന്ന് കൈ ഉയർത്തി കാണിച്ച്. പ്രൈസ് ഗോഡ്. അതിനകത്തല്ല ഡെലിവറൻസ് നടക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തൻ അടുത്തത് പറയുകയാണ്, ഇത്ര മാസം ഇത്രാം തീയതി നിന്റെ ഭവനത്തിൽ ഇങ്ങനൊരു അത്ഭുതം നടക്കാൻ പോകുന്നു. നമുക്ക് വേണ്ടത് അതാണ്. ഞാൻ ഇതിൽ ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമുക്ക് പിടിക്കേണ്ടത് ആ സാധനമാണ്, നമുക്ക് എടുക്കേണ്ടത് അതാണ്. എപ്പോഴും ഓർക്കണം, ആ ഒരു പ്രഖ്യാപനം, ആ ഒരു ഡിക്ലറേഷൻ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. സങ്കീർത്തനക്കാരനായ ദാവീദ് താൻ അഭിഷിക്തനാണ്, പക്ഷെ താൻ രോഗശയ്യയിലാണ്, താൻ മരണത്തെ ഫേസ് ചെയ്യുകയാണ്. ആ സമയത്ത് 118-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. ഇത് തന്നോട് തന്നെ താൻ പറയുകയാണ്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവപ്രവൃത്തിയുടെ ഒരു ഏറ്റവും ഉയർന്ന തലമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ദാവീദിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തൻ്റെ വാ തുറന്ന് താൻ തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങളാണ് നിങ്ങളുടെ വിഷയത്തിന്റെ വിടുതൽ കൊണ്ടുവരുന്ന പ്രവാചകൻ അഥവാ പ്രവാചക. പലപ്പോഴും നമ്മുടെ വാ കൊണ്ട് നമ്മൾ പറയുന്നത് നെഗറ്റീവാണ്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, താഴേക്കൊന്ന് വായിച്ചേ, അതിന് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, 118-ന്റെ 17. ഞാൻ മരിക്കയില്ല. പുള്ളിയോട് തന്നെ പറയാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ പ്രവൃത്തിയെ വർണ്ണിക്കും. നിങ്ങൾക്കറിയാമോ, ഇത് പറഞ്ഞു കഴിഞ്ഞ് ഈ മനുഷ്യൻ 18 കൊല്ലവും കൂടെ വാണു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശം ഇതാണ്: നിങ്ങളുടെ അധരങ്ങളുടെ ഫലത്തെ ദൈവം സൃഷ്ടിക്കും. അധരങ്ങളുടെ ഫലത്തെ ദൈവം സൃഷ്ടിക്കും. ഹല്ലേലൂയ. സദൃശ്യവാക്യം 18, 20, 21 വാക്യങ്ങൾ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നതിന്റെ ഫലം, അതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾ അനുഭവിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നെങ്കിൽ, ഇന്ന് ആരെങ്കിലും ഈ മീറ്റിങ്ങിനകത്ത് പല പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ടും പലരുടെ അടുക്കൽ പോയിട്ടും എത്രയോ പരിപാടികൾ നടത്തിയിട്ടും ജീവിതത്തിൽ വിഷയങ്ങൾക്കകത്ത് ഒരു മറുപടിയും കിട്ടാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മളെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മളെ നോക്കി അത്ഭുതത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുകയും,
ദ സെയിം ടൈം നമ്മുടെ നാവ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെൻ്റെ വിധിയാണ്, തൊലഞ്ഞു പോകത്തേ ഉള്ളൂ, നശിച്ചു പോകത്തേ ഉള്ളൂ, മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് നമ്മൾ നമ്മളോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, ആ പ്രവാചകൻ പറഞ്ഞ വാക്ക് നിന്റെ വാക്കിനാൽ ക്യാൻസലായി പോവുകയാണ്. ഹല്ലേലൂയ. ആ ദൈവപുരുഷൻ പറഞ്ഞ വാക്ക് നിന്റെ വാക്കിനാൽ ഉടഞ്ഞു പോകുകയാണ്. കാരണം ബൈബിൾ പറയുന്നു, നിങ്ങളുടെ അധരത്തിന്റെ ഫലത്താൽ ആ ന്യായവിധി നിങ്ങൾക്കുണ്ടാകും. എല്ലാ ഉടമ്പടികളും ഈ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട്, ആരില്ലേ ഇവിടെ ബൈബിൾ അറിയാവുന്നവരൊക്കെ എന്റെ കൂടെ നിൽക്കണം, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക. ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം പോലും നിന്റെ അകത്തോട്ട് കയറി വന്നത് നീ വാ തുറന്നത് പറഞ്ഞപ്പോഴാണ്. ഒന്ന് കൈയടിച്ച ദൈവത്തിന്. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം പോലും നിന്റെ അകത്തേക്ക് വന്നതിന്റെ കാരണം വായ് തുറന്ന്, അധരം തുറന്ന് ആ വാക്കിനെ പറഞ്ഞപ്പോഴാണ്. യേശുവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്നു, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരണമേ എന്ന് നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞ നിമിഷമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ ദൈവത്തിന് പോലും വരാൻ, ദൈവത്തിന് പോലും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ നിന്റെ നാവ് കൊണ്ട് നീ പറയണമെങ്കിൽ നിന്റെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കിനാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നു. കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഇവിടെ അധരത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. എങ്ങനെ? ഉള്ളം കൊണ്ട് പറഞ്ഞു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അവളോട് തന്നെ പറഞ്ഞെന്നാ പറയേണ്ടേ. ആ ഉള്ളം കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, അവളോട് തന്നെ അവൾ പറഞ്ഞു, ഇന്ന് ഞാൻ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു ഡെലിവറൻസ് നടന്നിരിക്കും, ഇന്ന് എനിക്ക് വേണ്ടി അപ്പ പ്രവർത്തിച്ചിരിക്കും. 12 വർഷമായി ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇന്ന് എന്നെ വിട്ടു പോയിരിക്കുമെന്ന് അവളോട് തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. ഇത് വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊടുന്നതിന് മുൻപ്, യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപ് അവൾ ഇത് പറയുകയാണ്. ഞാൻ അതിനെ കൺഫേം ചെയ്യാൻ ഈ മർക്കോസ് അത് എഴുതിയപ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മർക്കോസ് അത് എഴുതിയപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് അത് എഴുതി. മർക്കോസ് 5-ന്റെ 28-ാമത്തെ വാക്യം. മർക്കോസ് 5-ന്റെ 28-ാമത്തെ വാക്യം. അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രമേലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പറയേണ്ടതാ. കേട്ടില്ലല്ലേ? കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. അവളോട് തന്നെ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും, ഞങ്ങൾ എത്ര നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, ഞങ്ങൾ എത്ര വചനം നിങ്ങളെ പഠിപ്പിച്ചാലും, ഞങ്ങൾ ഇനി എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പ്രസ്താവിച്ചാലും, നിങ്ങളുടെ നാക്ക് ശരിയല്ലെങ്കിൽ, നിങ്ങൾ നെഗറ്റീവ് മാത്രം പറയുന്ന ആളാണെങ്കിൽ, ഈ പോകുന്ന പ്രാർത്ഥനകളെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി മാറും. പറയേണ്ടത് അതാണ്, രക്ഷപ്പെടും. മർക്കോസ് 5:28. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, രക്ഷപ്പെട്ടോ? 12 വർഷമായി അവൾ അനുഭവിച്ച പ്രതിസന്ധിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടോ? പറ. അതിന് അവൾ എടുത്ത സ്റ്റെപ്പ് എന്താ? യേശു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, യേശു കർത്താവിൽ നിന്ന് ശക്തി വെളിപ്പെട്ടു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനു മുൻപ് അവള് യേശുവിൻ്റെ അടുത്തോട്ട് വരുന്നതിന് മുൻപേ തന്നെ, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ അവളോട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ ഇന്ന് രക്ഷപ്പെടുമെന്ന്.
നിന്റെ വാ കൊണ്ട് നീ എന്ത് പറയുന്നു? ഞാൻ പറയാം, ദൈവശക്തി ഇവിടെ ഉണ്ട്. യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ആണ്. ആ പവർ ഹൗസിൽ പവറുണ്ട്. പക്ഷേ നീ ആകുന്ന ചാനൽ അതിനകത്ത് കൊണ്ടുപോയി കുത്തി സാധനം എടുത്തുകൊണ്ട് പോകണം. അതിന് ഈ ദൈവരാജ്യത്തിലെ റെയ്നാഡ് ബോംഗെ പറയുന്ന ഒരു വാക്കാണ്. ഇതെന്റെ വാക്കല്ല, റെയ്നാഡ് ബോംഗയുടെ വാക്കാണ്. ദൈവരാജ്യത്തിലെ എല്ലാ പ്രോഡക്റ്റും മേടിക്കാനുള്ള ഒറ്റ കറൻസിയേ ഉള്ളൂ. ആ കറൻസിയുടെ പേര് ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്നാണ്. ഹല്ലേലൂയ, വിശ്വാസ പ്രഖ്യാപനം. ഹല്ലേലൂയ, വിശ്വാസത്താൽ ചിലത് വാ തുറന്ന് പറയണം. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സൗഖ്യമാകും, ഞാൻ രക്ഷപ്പെടും, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഈ അവസ്ഥയിൽ ഞാൻ തുടരത്തില്ല എന്ന് എനിക്ക് എന്നോട് പറയാൻ കഴിഞ്ഞാൽ ആ വാക്കിനെ അത്ഭുതമാക്കാൻ, ആ വാക്കിനെ ഒരു പ്രവൃത്തിയാക്കാൻ, ആ വാക്കിനകത്ത് ജീവൻ കൊണ്ടുവരാൻ. ഓ, കൈകൾ അടിച്ചതൊന്ന് സ്വീകരിക്കോ. ജീസസ്, ജീസസ്. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ 12 വർഷമായി നിന്ന മുതൽ വരെ എഴുതി വിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും സൗഖ്യമാകാത്ത വിഷയം. സൗഖ്യമായത് കേട്ട് കൈയടിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അതിൻ്റെ പിറകിലുള്ള കാരണം അവളുടെ ഉള്ളത്തോട് അവൾക്ക് തന്നെ പറയാൻ കഴിഞ്ഞ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ചിലതൊക്കെ നമ്മൾ വിശ്വാസത്താൽ ടാർഗറ്റ് ചെയ്താൽ, വിശ്വാസത്താൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് മനസ്സുകൊണ്ട് ഒരിക്കലും ഇളകരുത്, ഒരിക്കലും അതിനകത്തുനിന്ന് മൂവ് ചെയ്യരുത്, ഒരിക്കലും അതങ്ങ് നടക്കുമെന്ന് ഉറപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുമെന്ന് അതങ്ങ് കൺഫേം ചെയ്യണം. The most important power of our life is ability to use the words. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് നാം ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകൾ. Your word defines your life. Your word defines your value. നിങ്ങളുടെ ജീവിതത്തെ എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. നിങ്ങളെ വിലയുള്ളവനാക്കുന്നതും നിങ്ങളെ വിലകെട്ടവരാക്കുന്നതും നിങ്ങളുടെ വാക്കുകളാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ബിക്കോസ് യുവർ വേർഡ്സ് ഡിഫൈൻ യുവർ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരമാണ്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കും അദ്ദേഹത്തിൻ്റെ വർത്തമാനവും. ആമേൻ. യു ആർ നോട്ട് ബെറ്റർ ദാൻ യുവർ വേർഡ്സ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാക്കുകളേക്കാൾ, നിങ്ങൾ പറഞ്ഞ വാചകങ്ങളെക്കാൾ വലിയ ഒരാളല്ല. ബിക്കോസ് നമ്മൾ എത്ര ഡീസൻ്റായി വസ്ത്രം ധരിച്ചാലും, വളരെ ജെന്റിൽമാനായ ഒരു മനുഷ്യൻ, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, കണ്ട നമ്മൾ ഭാഷ, എറണാകുളംകാരുടെ ഭാഷ പറഞ്ഞ കണ്ട അടിപൊളി. പക്ഷെ പുള്ളിക്കാരൻ്റെ കൂടെ കാറിനകത്ത് കയറി ഇവിടുന്ന് തൃശ്ശൂർ വരെ ചെല്ലുമ്പോൾ ആ 1 മണിക്കൂറിനകത്ത് ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് വർത്താനം പറയുന്ന ആളുടെ മുഴുവൻ വിലയും നമുക്ക് പിടികിട്ടും. മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. എത്ര വെൽ ഡ്രസ്സിൽ വന്നാലും ഈ വാഹനത്തിനകത്തിരുന്ന് ആവശ്യമില്ലാത്ത മുഴുവൻ വർത്താനങ്ങളും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിനും വാല്യൂ ഇല്ലാതായി, എക്സ്റ്റേണൽ അപ്പിയറൻസിനും വാല്യൂ ഇല്ലാതായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ആർ നോട്ട് ബെറ്റർ ദാൻ യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങൾ വലിയ ആളല്ല. ആമേൻ. Because your character is defined your words. Your word will reveal your background. Come on. Your word will reveal your background. നമ്മൾ കേരളത്തിലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഒരാള് അവന് എവിടുത്തുകാരനാണെന്ന് വരെ അവന്റെ സംസാരത്തിൽ നിന്ന് അറിയാം. എങ്ങടാ പോണേ, എപ്പോ ഒരു കൊച്ചിയാണെന്നും പിടികിട്ടിയില്ലേ? നീ എന്തിനടേ ഇങ്ങനെ പറയുന്നത്? തിരുവനന്തപുരമാണെന്ന് പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? എന്നാ മിണ്ടാത്ത എന്നാ?
ഒരാൾ എവിടുന്നാണ് വന്നിരിക്കുന്നതെന്ന് വരെ, അവന്റെ സ്ഥലം വരെ അവന്റെ സംസാരത്തിൽ നിന്ന് പിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങളുടെ വാക്കുകളെക്കാൾ നിങ്ങൾ വലിയ ആളല്ല എന്ന് തിരിച്ചറിയണം. ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ. ആ സ്ത്രീ പറയുന്നു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. യെസ്, നമ്മളെല്ലാം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ഇമേജാണ് നമ്മൾക്ക്. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവം എങ്ങനെയാണ് അത്ഭുതം ചെയ്യുന്നത്? ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവം വാ തുറന്ന് പറഞ്ഞു, ലെറ്റ് ദേർ ബി ലൈറ്റ്. വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞത് സംഭവിച്ചു. വീണ്ടും ആവർത്തിക്കുന്നു, പറയാതെ വെളിച്ചം ഉണ്ടാകത്തില്ല. ഇനി ദൈവമാണെങ്കിലും അതിൽ കൂടുതൽ വലിയൊരു പദം എനിക്ക് പറയാനില്ല. ഇനി നീ ദൈവമാണെങ്കിലും നീ പറയാതെ സംഭവിക്കത്തില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. ഓരോന്നും ദൈവം, മനുഷ്യനെ ഒഴികെ ബാക്കി മുഴുവൻ കാര്യങ്ങളും ദൈവം വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. ഇനി ഞാൻ പഴയ നിയമത്തിലെ യഹോവയെക്കുറിച്ചും യാവയെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പരാമർശിച്ചാൽ ഭയങ്കര കട്ടിയായിരിക്കും, എല്ലാവർക്കും പിടികിട്ടുകയില്ല. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 49 മുതൽ 53 വരെ രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നത്. 50-ാമത്തെ വാക്യം, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. ഒന്നുകൂടെ പോണം. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. അവിടെയാ വിടുതൽ. യേശു പറഞ്ഞ വാക്ക്, യേശുവിന്റെ വായിൽ നിന്ന് വീണ വേർഡ് അവൻ വിശ്വസിച്ചു. നോക്കിയേ, യേശു കർത്താവ് കടലിന്റെ മുകളിലൂടെ വരികയാണ്. വലിയ കടലാണ്, തിരകളടിക്കുന്നുണ്ട്, വലിയ ആഴമുണ്ട്. ആ കടലിന്റെ മുകളിലൂടെ നടന്നു വന്നിട്ട് 12 ശിഷ്യന്മാരെ നോക്കിയാ പറഞ്ഞു, ആരാ വരുന്നതെന്ന്. ഇറങ്ങി പോന്നോളാൻ പറഞ്ഞു. ഇതിനകത്ത് യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് ഒരുത്തൻ മാത്രം വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ടെടുത്ത് കാല് വെച്ചു. സത്യമായിട്ടും അവൻ നിന്നത് വെള്ളത്തിലല്ല, വാക്കിന്റെ പുറത്താണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ വാക്കിന്റെ പുറത്താ ഞാൻ നിൽക്കുന്നതെന്ന്? തിരമാലകളുണ്ട്, ഭേമാരികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, നിന്ദകളുണ്ട്, എതിരുകളുണ്ട്, പക്ഷെ ഞാൻ നിൽക്കുന്നത് ഈ വാക്കിന്റെ പുറത്താണ്. ഓ, ഇത് പറയുമ്പോൾ ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ ശുശ്രൂഷയോട്, നിന്റെ ജീവിതത്തോട് ദൈവം വാഗ്ദത്തം ചെയ്തതല്ല. അവൻ വാക്ക് പറഞ്ഞതല്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, അവന്റെ വാക്കാണ് നിന്റെ പ്ലാറ്റ്ഫോം. നീ ചവിട്ടി നിൽക്കുന്ന പ്ലാറ്റ്ഫോം അവൻ നിന്നോട് പറഞ്ഞ വാക്കാണ്. പത്രോസ് ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ വാക്കിലാണ് കാലെടുത്ത് വെള്ളത്തിൽ വെക്കുന്നത്.
ആ വാക്കിൽ വിശ്വസിച്ച് വെള്ളത്തിൽ കാലെടുത്ത് വെച്ചവൻ താണില്ല. പക്ഷെ എപ്പോൾ ആ വാക്ക് പറഞ്ഞവനിൽ നിന്ന് കണ്ണുമാറ്റി കേട്ട വാക്കിനെ മറന്ന് ഞാൻ വള്ളത്തിലല്ല വെള്ളത്തിലാണെന്ന് അവനോട് അവൻ പറഞ്ഞു, അവൻ മുങ്ങാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ, എൻ്റെ മനസ്സിൽ വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നെ മുക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കുകൾ മുങ്ങണ്ടെടുത്തും എന്നെ താങ്ങി നിർത്തുമെന്ന് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തളരില്ല, തകരില്ല. ശതാധിപനെ, രാജഭൃത്യനെ, നിങ്ങളുടെ മകൻ എങ്ങനെ സൗഖ്യമായി? ബൈബിൾ പറയുന്നു, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ പോയി. ഇവിടെ നടക്കുന്ന സന്ദേശത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. യേശു പറഞ്ഞ വാക്കിനെ അവൻ വിശ്വസിച്ച മനുഷ്യൻ പോയി. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ ഈ രാജഭൃത്യൻ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് വാച്ചില്ല, ടൈം പീസ് ഇല്ല. അവര് സൂര്യഘടികാരത്തിലൂടെയാണ്, സൂര്യനെ നോക്കിയാണ്, അല്ലെങ്കിൽ ആ സമയത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ പൈതൽ മകൻ ജീവിച്ചിരിക്കുന്നത് കണ്ടു. അടുത്ത പദമാണ് എന്നെ ഞെട്ടിച്ചത്. ആ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ ആ ടൈമുമായിട്ട് ഈ അപ്പൻ അതിനെ കണക്ട് ചെയ്യുകയാണ്. യേശു എപ്പോഴാണോ അത് പറഞ്ഞത് അപ്പോഴാണ് ഇവിടെ വിടുതൽ നടന്നത്. ഇന്ന് ഈ ടൈമിൽ, ഈ ദിവസം നിന്റെ വാ കൊണ്ട് നീ എന്താണോ വിളിച്ചു പറയുന്നത്, നിന്റെ ഭവനത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും, നിന്റെ വീട്ടിനകത്ത് അത് റിഫ്ലക്ട് ചെയ്യും, നിന്റെ തലമുറയിൽ അത് റിഫ്ലക്ട് ചെയ്യും, നിന്റെ ദേശത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതരങ്ങൾ തുറക്കപ്പെടട്ടെ. യേശു പഠിപ്പിച്ചത് മലയെക്കുറിച്ച് തിസീസ് എഴുതാനല്ല. യേശു പഠിപ്പിച്ചത് നിങ്ങൾ മലയെക്കുറിച്ച് പറയാനല്ല, മലയോട് പറയാനാ. ഒന്നുകൂടെ പറയാം, യേശു പറഞ്ഞത്, അയ്യോ എന്തൊരു വലിയ പർവ്വതായത്, എത്ര വലിയ മലയായത്, ഇതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് കാണും, ഇതിന്റെ മേളിൽ എങ്ങനെ കയറും, ഇതിനെ എങ്ങനെ മാറ്റും. നീ മലയെ കുറിച്ച് പറയാനല്ല യേശു പറഞ്ഞത്, നീ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല യേശു പറഞ്ഞത്, നീ പ്രശ്നത്തോട് പറയാനാണ് യേശു പറഞ്ഞത്. ഓ ജീസസ്. ഇനി ഞാൻ അതിന്റെ ഒരു തെളിവ് ഞാൻ കാണിക്കുകയാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ രാവിലെ നഗരത്തിൽ നിന്ന് മടങ്ങുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു. രാവിലെ അവൻ അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ഇതിനോട് വൃക്ഷത്തോട്, അത്തിമരത്തോട്. ഓക്കെ, ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാരത് കണ്ടപ്പോൾ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. ഇത് ഈ വാക്കിന്റെ ശക്തി എന്താന്നുള്ളത് ഇതിനകത്ത് ഭയങ്കര വ്യക്തമല്ലേ. ശിഷ്യന്മാർ നോക്കുമ്പോൾ വാസ്തവമായി യേശു ഒരു മരത്തോട് സംസാരിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഒരു വൃക്ഷത്തോട് കർത്താവ് വർത്താനം പറയുകയാണ്. കാരണം അവൻ ഈ പ്രപഞ്ചത്തിന്റെ ദൈവമാണ്. ബൈബിൾ പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാക്ക് പ്രപഞ്ചത്തെ തൊടും.
നിങ്ങളുടെ വാക്ക് ജീവജാലങ്ങളെ തൊടും. എത്ര സംഭവങ്ങൾ! ഭാരതത്തിൽ ജീവിച്ചിരുന്ന അതിശക്തനായിരുന്ന അപ്പോസ്തലനായിരുന്ന സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ആക്രമിക്കാൻ വന്ന ടൈഗറിനോട്, പുലിയോട് പുള്ളി സംസാരിച്ചു. അതിന് തൊടാൻ പറ്റിയില്ല, അതിൻ്റെ വായടപ്പിച്ചു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്, അവർക്കെതിരെ ഒരു നായ പോലും നാവനക്കിയില്ലെന്ന്. വായിച്ചിട്ടുണ്ടോ? ഏതൊക്കെയോ സിംഹത്തിന്, ഏതൊക്കെയോ കരടിക്ക്, ഏതൊക്കെയോ വഴി കൂടെ നടക്കുന്ന നായ്ക്ക് നിന്നെ ഒന്ന് അറ്റാക്ക് ചെയ്ത കൊള്ളാമെന്നുണ്ട്, പക്ഷേ ചലിക്കാൻ സമ്മതിക്കില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എൻ്റെ വാക്കുകൾ ശക്തിയുള്ളതാണ്. യേശു കർത്താവ് ഒരു മരത്തോട് നിന്ന് സംസാരിക്കുന്നത് ഭ്രാന്തായതുകൊണ്ടല്ല. അവൻ അറിയാം അവൻ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണെന്ന്. ആ അധികാരം ദൈവത്തിന്റെ മക്കൾക്കുണ്ടെന്ന് വിശ്വസിക്കണം. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? നമ്മുടെ വായിൽ, നമ്മുടെ അധരത്തിൽ ആദ്യമേ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റിലെ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് പാസ്റ്റർ ആയാലും ഉപദേശി ആയാലും ആരായാലും ആദ്യം വരുന്നത് നെഗറ്റീവ് വേർഡായിരിക്കും. പക്ഷേ അതിനെ ഒന്ന് ഉടച്ചു കളഞ്ഞിട്ട് അത്തിയെ നോക്കി സംസാരിച്ച കർത്താവ്. മത്തായി 8:13 വായിക്കാവോ? യേശു ശതാധിപനോട് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. നീ എന്താണോ വിശ്വസിച്ചത് അത് തന്നെ നിനക്ക് സംഭവിക്കട്ടെ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതായിരിക്കും നമ്മുടെ ലൈഫ്. നിങ്ങൾ ദൈവത്തെ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അങ്ങനെയായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളും. ചിലർ ദൈവത്തെ കാണുന്നത് അടിക്കുന്ന, എപ്പോഴും ന്യായം വിധിക്കുന്ന, കഷ്ടത കൊണ്ട് മൂടി തകർക്കുന്ന, കഷ്ടതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എപ്പോഴും കഷ്ടത തരുന്ന, എന്നെ എപ്പോഴും കരയിക്കുന്ന അങ്ങനെ ഒരാളായിട്ടാണ്. ഒരിക്കലും അല്ല. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. God is not a sadist. സാഡിസ്റ്റ് എന്നാന്ന് മനസ്സിലായോ? നിങ്ങളുടെ വിഷമം കണ്ടേച്ച് ചിരിക്കുന്ന ഒരാളല്ല ദൈവം. നിങ്ങളുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ദൈവം. ഹല്ലേലൂയ! ശബ്ദമുയർത്തി ഹല്ലേലൂയ! ബൈബിൾ പറയുന്നു, അവൻ എന്താണോ വിശ്വസിച്ചത് അതവനിൽ സംഭവിച്ചു. നമ്മുടെ ബിലീഫ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. റോങ് ബിലീഫിലേക്ക് നമ്മൾ പോകരുത്. റോങ് ബിലീഫുകൾ നമുക്കുണ്ടാകരുത്. നെഗറ്റീവ് ബിലീഫുകൾ നമുക്കുണ്ടാകരുത്. അങ്ങനൊക്കെ പറയുന്നവരുണ്ടാകും, അതിനെ ഏറ്റെടുക്കരുത്. ഇനി ജോ ബൈഡനോ ഡൊണാൾഡ് ട്രംപോ, മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ജോ ബൈഡനോ നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് കത്തയച്ചെന്നിരിക്കട്ടെ വൈറ്റ് ഹൗസിൽ നിന്ന്. ഇവിടുത്തെ ഒരു പോസ്റ്റൽ വുമൺ, ഒരു പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുവരും. ഈ കത്ത് നിങ്ങളുടെ കൈ തന്നിട്ട് പറയും, പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ഒരു റെയ്നോൾസിൻ്റെ പേന എടുത്ത് ഊരി തന്നേച്ച് പറയും, സാറേ ഇതിനകത്തോട്ടൊന്ന് ഒപ്പിട്ടേ എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ ഒപ്പിടാൻ തയ്യാറല്ല, ഇത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ അതിന് ട്രംപ് അയച്ചതാണെങ്കിലും അങ്ങ് തിരിച്ചു പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളോട് ആൾക്കാർ പറയുന്ന നെഗറ്റീവ് പ്രവചനങ്ങൾ, നെഗറ്റീവായ വേർഡ്സ് നിങ്ങളുടെ വിശ്വാസത്തിൽ എടുത്ത് നിങ്ങളുടെ അകത്തേക്ക് അത് കൊണ്ടുവരുമ്പോഴാണ് അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരിക്കലും ഒരു സിം കാർഡ് കവറിലിരിക്കുമ്പോൾ അത് വർക്കാകത്തില്ല. അത് ഫോണിനകത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്താലേ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഉണ്ടാകത്തുള്ളൂ. ഒറ്റ നെഗറ്റീവ് തോട്ട്സിനെയും എൻകറേജ് ചെയ്യരുത്, ആക്ടിവേറ്റ് ചെയ്യരുത്. എല്ലാം ഇതിനകത്ത് എനിക്കറിയാം ആരുടെയൊക്കെ ഉള്ളിൽ മരണഭീതിയുണ്ട്. എല്ലാ മരണഭീതികളെയും ക്യാൻസൽ ചെയ്യുകയാണ് ഞാൻ. എല്ലാ മരണഭീതികളെയും വാ കൊണ്ട് പറയണം, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ കാണും.
എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ദൂത, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പിള്ളേർക്ക് ആരുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പിള്ളേർക്ക് ആരുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അച്ചായൻ, എൻ്റെ ഹസ്ബൻഡിന് ആരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതവിടെ നിൽക്കട്ടെ, ഇപ്പോഴെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അതാ എൻ്റെ വിഷയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നേരത്തെ എന്തെങ്കിലുമൊക്കെ ഭാരങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമെന്നേ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കുമെന്നേ. നേരത്തെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം അധികമില്ല, അല്ലെങ്കിൽ ഒത്തിരി വസ്ത്രങ്ങളില്ല, ഒന്ന് മാറി ഒന്ന് ധരിക്കാൻ അധികം വസ്ത്രങ്ങളില്ല, അല്പമായിട്ടുള്ളതേ ഉള്ളൂ. അന്ന് ഭയങ്കര ഭാരമായിരുന്നു. കല്യാണത്തിന് പോകുമ്പോൾ എന്നാ ഉടുക്കും, അവിടെ പോകുമ്പോൾ ചർച്ചിൽ പോകുമ്പോൾ എന്നാ ഇടും, ആകെ 2 ഷർട്ടേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ട്. പക്ഷേ ഇപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴും അവർക്ക് ഭാരമാണ്. എന്നാണെന്നറിയാമോ? ഇത് തുറക്കുമ്പോൾ ഏതിടുമെന്ന്. ഇപ്പോഴത്തെ അവരുടെ ഭാരം ഏതിടുമെന്ന. നേരത്തെ ഭക്ഷണം ഇല്ലാത്തതായിരുന്നു അവരുടെ ഭാരം. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ഭാരം നാളെ പുട്ടാണോ ഇഡലിയാണോ എന്നാ ഉണ്ടാക്കേണ്ടി എന്നുള്ളതാണ് അവരുടെ ഭാരം. എങ്ങനെ ആയാലും ഒരു സാധനം അവരുടെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോകുന്ന ഒത്തിരി പേരുണ്ട്. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്. ഒരു പായ ഒരു നാരല്ല, ഒരു ഇഴയല്ല, പല ഇഴകളാണ്. ഇതുപോലെ ഓരോ ചിന്തകളും ഓരോ ഇഴകളാണ്. ഈ ഓരോ ഇഴകളെയും പിശാച് ചേർത്ത് തുന്നി ഒരു കാർപ്പറ്റാക്കി നിന്നെ അതിനകത്തിരുത്തി അങ്ങ് ചുരുട്ടും. നീ എന്നിട്ട് ആ സങ്കല്പങ്ങളുടെ വിചാരങ്ങളുടെ കോട്ടയ്ക്കകത്തിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് കുത്തിയിരിക്കുകയാണ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ. കേട്ടെ, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന് പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ഉയർച്ചകളെയും ചിന്തകളെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. അങ്ങനെ ആരെയെങ്കിലും പിശാച് കോട്ടയ്ക്കകത്താക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ചിന്തകളുടെ ഇമാജിനേഷൻസിൻ്റെ കോട്ടയ്ക്കകത്താക്കി വെച്ചിട്ട് എൻ്റെ ഭാവി ഇത്രയേ ഉള്ളൂ എന്ന് ആരെങ്കിലും ചിന്തിച്ച് ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അത് ഇടിക്കാൻ വേറെ ആരും വരികയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അതിനെ ഇടിക്കണം. എന്നോട് ദൈവാത്മ പറയുന്നു, ചില സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടത്, ചില വ്യക്തികൾ നിങ്ങളോട് പ്രവചിച്ചത്, ചില സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടായത് ഇന്നും ഒരു ട്രോമ പോലെ, ഒരു ഭയം പോലെ നിങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരു ഭാഗം ഇത് ശ്രദ്ധിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19 മുതലുള്ള വാക്യം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ചിട്ട് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വാ പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. എനിക്ക് ഇന്നേ വരെ ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതകരമായൊരു വാക്യമായത്. അടുത്ത വാക്യം ഒന്ന് വായിച്ച്, നീ അധമമായത് ഒഴിച്ച് നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. ഇത് ആരാ പറയണേ? ദൈവം പറയുക, നീ എൻ്റെ വാ പോലെയാകുമെന്ന്. ഇതിൻ്റെ ഈ കിട്ടിയ വാഗ്ദത്തത്തിൻ്റെ ഗൗരവം ഇത് ദൈവം പറയാതിരുന്നെങ്കിലോ? ദൈവത്തിന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? യേശു പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം. അസൂയുണ്ട് അങ്ങനെ ഒരാൾ പറയുമോ? ദൈവം ഈ പ്രോമിസുകളെല്ലാം ഇൻഷുർ ചെയ്തതുപോലെ തന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നീ അധമമായത് ഒഴിച്ച് നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഈ വാക്യം ഞാൻ എടുക്കുക, ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്നെ നോക്കിയേ, എന്നെ നോക്കിയേ. ദൈവം പറയുന്നു, നീ എൻ്റെ അധരം പോലെയാകും. ദൈവം ഒരാളെ നോക്കിയിട്ട് നീ അനുഗ്രഹിക്കപ്പെടുവെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുവോ? പറയുന്നേ. ദൈവം ഒരാളെ നോക്കിയിട്ട് സൗഖ്യമാകാ എന്ന് പറഞ്ഞാൽ സൗഖ്യമാവുമോ?
ദൈവം ഒരാളെ നോക്കിയിട്ട് ഇപ്പോൾ അത് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടുമാറുമോ? ദൈവം ഒരാളെ നോക്കിയിട്ട് നിനക്ക് ഇതാ വഴി തുറക്കുന്നു പറഞ്ഞാൽ വഴി തുറക്കുമോ? ദൈവം നമുക്ക് ആ വാഗ്ദത്തം തന്നു പറയുന്നു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ അധരം പോലെ ആകുമെന്ന്. പറഞ്ഞേ, വാ കൊണ്ട് ഇന്ന് പകൽ ചിലത് പറയുകയാണ്. ചില കെട്ടുകളെ കർത്താവ് ഇതിനകത്ത് അഴിക്കുകയാണ്. കർത്താവിനത് വേണം. വിശ്വസിക്കാൻ പറ്റുന്നോ? നിന്റെ അധരം കൊണ്ട് നീ പറയുന്നത് ദൈവവാക്ക് പോലെ ആയിത്തീരും. തലമുറയില്ലാത്തൊരു കുടുംബത്തെ നോക്കി തലമുറ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുക, നീ എൻ്റെ അധരം പോലെയാകും. ദൈവം ഒരിക്കലും തൻ്റെ വാക്കുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ പറയത്തില്ല. ദൈവം ഒരിക്കലും പരാജയത്തിൻ്റെ വാക്കുകൾ പറയില്ല. ദൈവം ഒരിക്കലും തകർച്ചയുടെ വാക്കുകൾ പറയില്ല. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അധരത്തെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ അധരത്തെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാക്കും. നിങ്ങളുടെ വാക്കുകളെ രാജ്യങ്ങളെ തൊടുന്ന, പട്ടണങ്ങളെ തൊടുന്ന, കുടുംബങ്ങളെ തൊടുന്ന വാക്കുകളാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയും. വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ ശബ്ദം രാജ്യങ്ങളിൽ മുഴങ്ങും. നിന്റെ ശബ്ദം പാർലമെന്റുകളിൽ മുഴങ്ങും. നിന്റെ ശബ്ദം അധികാരികളുടെ ഭവനങ്ങളിൽ മുഴങ്ങും. രാജാക്കന്മാരുടെ അരമനകളിൽ മുഴങ്ങും. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാക്കുകൾക്ക് ഭയങ്കര വിലയുണ്ടാകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. ആ വാക്യം പ്രവാചക ശിഷ്യന്മാരിൽ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് ആ ഭാഗമാണ്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. എലീശ എന്ന് പറയുന്ന പ്രവാചകന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു പ്രവാചകൻ, വലിയ പാസ്റ്റർ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ മരിച്ചുപോയി. അസിസ്റ്റന്റ് പാസ്റ്റർ വീട്ടിൽ എലീശ എന്ന പ്രവാചകൻ ചെല്ലുന്നു. ഉടനെ പുള്ളിക്കാരൻ്റെ ഭാര്യ പറയുകയാണ്, നിനക്കറിയാലോ, നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, മരണപ്പെട്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നു. കടം കയറി വീട് തകർന്നിരിക്കുന്നു. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. അവളുടെ പ്രശ്നങ്ങൾ മുഴുവൻ എലീശായോട് പറയുകയാണ്. എന്നാൽ എലീശ അവളോട് പറയുന്ന ഒരു വാക്കുണ്ട്, അതാ 2-ാമത്തെ വാക്യം. എലീശ അവളോട്, ഈ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണേ, ഇല്ലേ ഒന്നും പിടികിട്ടുകയില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. വാട്ട് ഷാൾ ഐ ഡു ഫോർ യു, ടെൽ മീ. ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് പറക. അപ്പം എൻ്റെ ചോദ്യം പുള്ളിക്കാരി പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ചു പോയെന്നും കടക്കാര് വീട്ടിൽ നിൽക്കുന്നെന്നും പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ പോവുകയാണെന്നും ആകെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞില്ലേ. ഇത്രയും പറഞ്ഞ ഒരു സ്ത്രീയോട് എലീശ പറയുകയാണ്, ഇനി ദൈവം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവം നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടി എന്നുള്ളത് നീ പറക. അല്ല പാസ്റ്റർ, അത് പാസ്റ്ററല്ലേ പറയേണ്ടി? അല്ല, അത് നീയാ പറയേണ്ടി. നീ പറക. കാരണം നീ വാ തുറന്നാലേ എൻ്റെ ദൈവം വാതിൽ തുറക്കൂ. അത് നീ പറയണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, എനിക്കും പറയാൻ പറ്റും. പക്ഷെ നിന്റെ ഭവനത്തിന്റെ പ്രതിനിധി നീയാണ്.
നിന്റെ ഭവനത്തിന്റെ പ്രതിനിധി ഞാനല്ല. ഇന്ന് പകൽ ദേശത്തിന്റെ പ്രതിനിധികൾ പ്രതികരിക്കട്ടെ. ഓരോ പഞ്ചായത്തിനും ഓരോ പ്രതിനിധികളുണ്ട് ദൈവത്തിന്. ഓരോ വീടിനും ഓരോ പ്രതിനിധിയുണ്ട്. ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മക്കളുടെ മേളിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ പിള്ളേരത് സമ്മതിച്ചില്ലെങ്കിലും, ഒരു പക്ഷെ അവരതിനെ സമ്മതിച്ചില്ലെങ്കിലും, ദൈവരാജ്യത്തിനകത്ത് നിങ്ങളുടെ മക്കളുടെ മേളിൽ, ഒരു മകൻ്റെ മേളിൽ, ഒരു മകളുടെ മേളിൽ ദൈവം കഴിഞ്ഞാൽ അധികാരമുള്ളത് അപ്പനും അമ്മയ്ക്കുമാണ്. അപ്പം നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ എന്താണോ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാമീൻ പറഞ്ഞേ. ഇങ്ങനെ എത്ര കേസുകൾ എനിക്കറിയാമെന്നറിയാമോ? എത്ര പേരൻസിനെയും കൊണ്ട് ഗതി പിടിക്കാതെ നിൽക്കുന്ന, വഴി തുറക്കാതെ നിൽക്കുന്ന മോനെ അടുത്തുകൊണ്ട് നിർത്തി അമ്മയും കൊണ്ട് അപ്പനെയും കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിച്ച് വിശ്വാസം പറയിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ ഗൗരവമായി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായ വേർഡ്സ് പറയരുത്. ഇനി ചില മക്കളുമാർ ഇവിടെ ഇരിപ്പുണ്ട്. അവർ വിശ്വാസത്തിൽ വന്നു, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നു. ആ കാരണം കൊണ്ട്, യേശുവിലേക്ക് വന്ന കാരണം കൊണ്ട് അപ്പൻ ശപിച്ചു. നീ യേശുവിനെ അറിഞ്ഞ കാരണം കൊണ്ട് ഒരു കാലത്തും നിനക്ക് ഗതി പിടിക്കില്ല. ഉറപ്പായിട്ടും അത് സംഭവിക്കാൻ പോകുന്നില്ല. യേശുവിനെ അറിഞ്ഞവനെ ഗതി പിടിക്കുള്ളൂ. നീ പാട്ടും പ്രാർത്ഥനയായി നടക്കുന്നത് കൊണ്ട് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ലടാ. അതപ്പൻ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. പാടി പ്രാർത്ഥിച്ചവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കാരണം കൂടാതെ കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു കാരണമില്ലാതെയാണ് അത് വിളിച്ചു പറയുന്നതെങ്കിൽ, ഒരാവശ്യമില്ലാതാണ് പറയുന്നതെങ്കിൽ, അല്ലെ എൻ്റെ അപ്പൻ എന്നോട് പണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു, എൻ്റെ അമ്മ പണ്ട് എന്നെ ശപിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അത് കാരണം, അതിനകത്തൊരു റീസൺ ഉണ്ടോ? റീസൺ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കതൊന്ന് ഏറ്റു പറയണം. അപ്പനെ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? റീസൺ ഉണ്ടോ? എന്തെങ്കിലും കാരണങ്ങൾ, അതിന് തക്കതായ കാരണമുണ്ടോ? ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ? നിങ്ങൾ കർത്താവിലേക്ക് വന്ന വ്യക്തിയാണോ? എന്ന് നിന്റെ ഹൃദയം നീ യേശുവിന് കൊടുത്തോ? എന്ന് കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നോ? നിന്റെ ശാപങ്ങളെ അവൻ എടുത്തു കഴിഞ്ഞു. ഇപ്പോഴോ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇപ്പോഴോ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇവിടെ ഈ സ്ത്രീയോട് പ്രവാചകൻ പറയുകയാണ്, നിന്റെ വീട്ടിൽ എന്താ നടക്കേണ്ടതെന്ന് നീ പറയണം. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 രാജാക്കന്മാർ 4:2. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരം നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഈ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഭയങ്കര ഒരു ഭാഗമാണ്. ഗോലിയാത്ത് ഏലാ താഴ്വരയിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. ശൗല് വലിയ നീളമുള്ള വലിയ പുള്ളിയാണ്, പക്ഷെ ഒളിച്ചു കളഞ്ഞ പുള്ളിക്ക് പേടിയാ. പക്ഷേ ദാവീദ് ഈ കല്ലും എടുത്ത് ഗോലിയാത്തിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് ദാവീദ് ഒരു വാക്ക് പറഞ്ഞേച്ചാ പോന്നേ, യഹോവ ഈ ഫെലിസ്ത്യനെ ഇന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ പറയട്ടെ, കല്ലിനേക്കാൾ മുമ്പേ പോയത് ആ വാക്കാണ്. കല്ലിനേക്കാൾ മുമ്പേ പോയത് ആ വാക്കാണ്. ഇന്ന് പകൽ ഡിക്ലെയർ സംതിങ് ഹിയർ. ഡിക്ലെയർ ഇറ്റ്. യേശുവിന്റെ നാമത്തിൽ ഈ 2023 എന്റെ ഭർത്താവ് സ്നാനപ്പെടും, എന്റെ മക്കൾ കർത്താവിലേക്ക് വരും, എന്റെ കുടുംബം ദൈവത്തെ അറിയും, എന്റെ വീട്ടിൽ ദൈവപ്രവൃത്തി നടക്കും, എന്റെ ദേശത്തിൽ വിടുതൽ ഉണ്ടാകും, ചർച്ചിൽ ഉണർവ് ഉണ്ടാകും, ആയിരങ്ങൾ കർത്താവിലേക്ക് വരും. വാഗൊണ്ട് പറ.
യഹോവ ഈ ഫെലിസ്ത്യനെ ഇന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും. ഇന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും. ഇന്ന് എൻ്റെ കയ്യിലേൽപ്പിക്കും. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാവിൽ പറയാൻ വരുമ്പോഴും നമ്മൾ അതിനെ കീപ്പ് ചെയ്യണം. കാരണം യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, സങ്കീർത്തനങ്ങൾ 34, 12, 13, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നതാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിനപ്പുറത്തൊന്ന് എഴുതി വെച്ചേരെ. ആർക്കും ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും നീ കാത്തുകൊള്ളുക. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ദോഷം പറയാതെ നിന്റെ അധരത്തെയും വ്യാജം സംസാരിക്കാൻ നിന്റെ നാവിനെയും കാത്തുകൊള്ളുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുക. യെശയ്യാ 50:4, യെശയ്യാ പ്രവചനം 50:4, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഒന്ന് വായിച്ച 50:4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങണം. തളർന്നിരിക്കുന്നവനെ ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞേ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ മാനിക്കട്ടെന്ന് പറഞ്ഞേ. ദൈവം നിങ്ങളെ മാനിക്കും. ഒന്ന് മാനിക്കട്ടെന്ന് പറഞ്ഞേ. ദൈവം നിങ്ങളെ മാനിക്കും. തളർന്ന ഇതിനകത്ത് വന്നിരിക്കുന്നേ. അടുത്തിരിക്കുന്ന പറഞ്ഞ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങണം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയ്ക്ക് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വാക്ക് അവർക്കൊരു താങ്ങാകണം. ബൈബിൾ പറയുന്നു, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ ആരെയും തളർത്താനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നോട്ടം കൊണ്ടോ തളർത്താനല്ല, മറ്റുള്ളവരെ താങ്ങുക. ഒന്ന് സ്വന്തം കൈ നെഞ്ചോട് വെച്ചിട്ട് പറഞ്ഞ, ഞാൻ എല്ലാവർക്കും ഒരു സപ്പോർട്ടായിരിക്കണം. ഞാൻ എല്ലാവർക്കും ഒരു സപ്പോർട്ടായിരിക്കണം. ഞാനൊരു ബ്ലസ്സിങ് ആയിരിക്കണം. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. യെശയ്യാ 65 16-ാമത്തെ വാക്യത്തിലേക്ക് ആദ്യം വരണം. യെശയ്യാ 65 16-ാമത്തെ വാക്യം. യെസ്. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ. പാസ്റ്റർമാർ തലയെ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ട്, അച്ഛന്മാർ അനുഗ്രഹിക്കാറുണ്ട്, ഉപദേശിമാർ അനുഗ്രഹിക്കാറുണ്ട്, അപ്പന്മാർ അനുഗ്രഹിക്കാറുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, ഈ ഭൂമിയിൽ നിന്നെ നീ തന്നെ ഒന്ന് ബ്ലസ് ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഇനി അതിന് റിസൾട്ട് ഉണ്ടോ? 20-ാമത്തെ വാക്യം നോക്കി, റിസൾട്ട് നോക്കി. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകത്തില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ആമേൻ. വായിച്ചോ. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവര് പണിയുന്നു, വേറൊരാള് പാർക്കുന്നു എന്ന് വരില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥാ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല.
അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ അനുഗ്രഹീതരാണ്. അവർ ദൈവത്താലും അനുഗ്രഹീതരാണ്. അവരെ തന്നെ അവർ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ട് അടുത്ത വാക്യത്തിൽ ബൈബിൾ ഗ്യാരണ്ടി ചെയ്യുന്നു, അവരുടെ സന്താനം അവർ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോട് കൂടെയിരിക്കും. അവരുടെ ഒറ്റ മക്കളും നശിച്ചു പോവുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ പ്രവചനത്തെ ഞാൻ ബൈബിൾ തരുന്ന ഉറപ്പിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. അവരുടെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. അവര് വീട് വെക്കുക, വേറൊരുത്തം പാർക്കുക എന്ന് വരത്തില്ല. അവരുടെ അധ്വാന ഫലം അവരനുഭവിക്കും. അവരുടെ മക്കൾ അവരെ വിട്ടുപോകുകയില്ല. അവരുടെ മക്കൾ, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. പക്ഷെ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ ഭൂമിയിൽ നിന്റെ നാവ് കൊണ്ട് സത്യദൈവത്താൽ നിന്നെ തന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ എന്ന് പകൽ കഴിയണം. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. സത്യദൈവത്താൽ നിന്നെ തന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ കഴിയണം. അവരുടെ സന്തതി, അവരുടെ സന്താനം അവരുടെ കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. പ്രാരംഭ നടപടി എന്നാ? പ്രാരംഭ നടപടി എന്നാ? തന്നെത്താൻ സ്വന്തം കൈ സ്വന്തം തലയിലൊന്ന് വെച്ചേക്കണം. എന്നിട്ട് പറയണേ, യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞാൻ എന്നെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നെഗറ്റീവ് വേർഡുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഞാനൊരു ശപിക്കപ്പെട്ടവളാണെന്നും പരാജിതയാണെന്നും തകർന്നവളാണെന്നും എൻ്റെ ഗതി ഇതായി പോയെന്നും ഒക്കെ പറഞ്ഞതിനെ എല്ലാം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സത്യദൈവമായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുന്നു, നിങ്ങളിപ്പോൾ അനുസരിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളിപ്പോൾ ചെയ്തത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ആക്ട് ചെയ്ത, ഇത് ചെയ്ത ഓരോ വ്യക്തികളെയും അവരൊന്ന് കൈകൾ അടിച്ചൊന്ന് ആരാധിച്ചേ. ഈ സമയം ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ ഒരു കടലിരമ്പുന്നത് പോലെ. യെസ്, നിന്റെ സന്തതി, നിന്റെ സന്താനം നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. അവരുടെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആകട്ടെ. അവർക്ക് ഈ ഭൂമിയിൽ ഭവനങ്ങൾ ഉണ്ടാകട്ടെ. അവർ ഭവനങ്ങൾ വെച്ച് പാർക്കട്ടെ. അവർക്ക് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാകട്ടെ. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതികളല്ലോ. അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. We are the blessed generation. We are the blessed people. Oh, in the name of Jesus. Hallelujah. Glory, glory. യഹോവ എൻ്റെ ഇടയനാകുന്നു. ദാവീദ് പറയേ, യഹോവ എൻ്റെ ഇടയനാകുന്നു. അടുത്ത കാര്യം യഹോവ പറഞ്ഞാണോ പുള്ളി പറഞ്ഞാണോ? ദാവീദ് പറഞ്ഞു. ദാവീദ് പറഞ്ഞു യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പുള്ളിയോട് തന്നെ പറയേ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുക, ചെരുപ്പില്ലാതെ, പേഴ്സണില്ലാതെ, പൊക്കണമില്ലാതെ ഞാൻ നിങ്ങളെ അയച്ചു, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? ശിഷ്യന്മാർ പറയുന്നു, ഇല്ല കർത്താവേ. പേഴ്സ് ഇല്ലാതെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആദ്യം അന്വേഷിക്കുന്ന പേഴ്സ് ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചു, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? ശിഷ്യന്മാർ പറയുന്നു, ഒന്നിനും ഒരു കുറവുമില്ല കർത്താവേ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഒരു കുറവുമില്ലാതെ. God listening our conversations. ദൈവം അടുത്തിരിക്കുന്ന പറഞ്ഞാൽ ദൈവം നമ്മുടെ സംഭാഷണങ്ങളെ ശ്രദ്ധിക്കുന്നെന്ന് പറഞ്ഞു. ദൈവം നമ്മുടെ സംഭാഷണങ്ങളെ ശ്രദ്ധിക്കുന്നു. വെരി കെയർഫുൾ. സ്വത്രം. അതെപ്പോഴും അങ്ങനെ ഒരു ചിന്ത വേണം കേട്ടോ. എങ്ങനെ ചിന്തിക്കുന്നു? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നല്ലേ. നിങ്ങളുടെ ശരീരമാകുന്ന വീട്ടിൽ ആരുണ്ട്? പറഞ്ഞ യേശുണ്ട്. ഓക്കെ. മലാക്കി 3:16-17. മലാക്കി 3:16-17. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു.
സംസാരിച്ചു. God is listening our all conversations. മക്കളെ, ഇത് ഗൗരവമായിട്ട് കാണണം കേട്ടോ. താങ്ക് യു ജീസസ്. എന്താ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചേ? ഇസ്രായേൽ മക്കളെ പോലെ അത്ഭുതങ്ങൾ കണ്ട ആരുണ്ട്? പാസ് പറഞ്ഞേ. ഇസ്രായേൽ ജനതയെ പോലെ അത്ഭുതങ്ങൾ കണ്ട തലമുറ ആരുണ്ട്? മാറ മധുരമായതും ചെങ്കടർ പിളർന്നതും തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കിട്ടിയവരും മന്നയും കാടയും ലഭിച്ചവരും എന്നെല്ലാം മിറക്കിൾസ് അവർ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവരിൽ എന്തുകൊണ്ട് പലരും കനാനിലെത്തിയില്ല? അവരിൽ എന്തുകൊണ്ട്? വാഗ്ദത്വം ഉള്ളവരെല്ലാം ഒന്ന് കൈപൊക്കി. ഇനി എനിക്ക് അവരോടാ. ഒരു വാഗ്ദത്വം ഇല്ലാത്തവർ ശ്രദ്ധയ്ക്ക്. ഇതിനകത്തും പറഞ്ഞിരിക്കുന്ന മുഴുവൻ വാഗ്ദത്വമാണ്. വാഗ്ദത്വമുള്ള ഇസ്രായേൽസ് എന്തുകൊണ്ട് പ്രോമിസ് ലാൻഡിൽ എത്തിയില്ല, കനാനിലെത്തിയില്ല? അത് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 10:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്. 1 Corinthians chapter 10 verse 1 to 10. പെട്ടെന്ന് വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചില്ല. എന്താ കാരണം? വായിച്ചോ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്നാ? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വാക്യം. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട് പിറുപിറുക്കരുത്. ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ട് കനാനിലെത്തിയില്ല? സംഹാരി അവരെ സംഗ്രഹിച്ചു കളഞ്ഞു, നശിപ്പിക്കാൻ വന്നു. എന്താ കാരണം? അവർ പിറുപിറുക്കുന്നവരായിരുന്നു. അതെവിടെ എഴുതിയിരിക്കുന്നത്? പുറപ്പാട് 16:11. പുറപ്പാട് 16:11. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ഫെയ്ത്ത് ഡിക്ലറേഷൻ മാത്രമല്ല ദൈവം കേൾക്കുന്നത്, നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല ദൈവം കേൾക്കുന്നത്. God listening all your conversations. നിങ്ങളുടെ പിറുപിറുപ്പും ദൈവം കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് 6:45 യേശു പറഞ്ഞത്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഓ താങ്ക് യു പ്രഷ്യസ് ജീസസ്, പ്രഷ്യസ് ജീസസ്. കൊലോസ്യർ 4:6 നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതുമാകട്ടെ. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതുമാകട്ടെ. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എൻ്റെ അധരം